ഹലോ, നോക്കിയേ, നോക്കത്താ ദൂരത്ത് നിരന്ന് പരന്ന് പന്തലിച്ചു നിൽക്കുന്ന പല നിറത്തിൽ വർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞ് വിവിധ ഇനം കണ്ടൽ ചെടികൾ, കണ്ടൽ മരങ്ങളുടെ നീണ്ട നിര എന്ത് മനോഹരമാണെന്ന്. മറ്റു ചെടികൾ വെള്ളത്തിൽ വളരാൻ കഴിയാതെ ചീഞ്ഞ് ജീർണിച്ചു പോവുകയാണ് ചെയ്യാറ്. നോക്കൂ, ഇവിടെ ഒരു കളർഫുൾ പാലം കാണാം. പല നിറത്തിലും വലിപ്പത്തിലും ആകൃതിയിലും ഉള്ള കണ്ടൽ മരങ്ങൾ. എന്ത് പച്ചപ്പാണെന്ന് നോക്കിയേ. നമ്മൾ നോക്കൂ, ഒരു ചുണ്ടൻ വെള്ളം. അതിലെന്താണെന്ന് നോക്കിയേ. കോഴിക്കോടിൻ്റെ എല്ലാ രുചിഭേദങ്ങളും അതിലുണ്ട്. ഒരു മൊബൈൽ ലുലു മാള് തന്നെയാണ്. എല്ലാ എണ്ണക്കടികളും ചായ, കാപ്പി എല്ലാം അതിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഓരോ കൈവഴികളിലായി ബോട്ടുണ്ട് കേട്ടോ, തോണി. ഗ്രാൻഡ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞ പരസ്യത്തോടു കൂടിയാണ് ഇവിടെ ഈ ഷോപ്പിംഗ് മാൾ. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ യാത്രാ വഞ്ചികൾ തുഴഞ്ഞു വരുന്നു. ഇവിടെ ചെറിയൊരു തോണിയുമായിട്ട് ഒരു യുവ കോമളൻ. എനിക്ക് ചെറുപ്പത്തിലെ ഈ തോണി തുഴയുക എന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. പലപ്പോഴും വേട്ടനെല്ലാം മീൻ പിടിക്കാൻ പോകുമ്പോൾ ഈ ചെറുവള്ളങ്ങളിൽ കയറി തുഴഞ്ഞ് പോകുന്നത് ഒരു ശീലമായിരുന്നു. നോക്കൂ, കളർഫുള്ളായിട്ടുള്ളൊരു പാലം. പാലം തന്നെ കാണാൻ വലിയ നല്ല ഭംഗി. അതിനപ്പുറം നോക്കിയേ, പാലത്തിൽ കൂടിയതാ ഒരു ട്രെയിൻ പോകുന്നു. സ്ഥലം മനസ്സിലായോ? അതെ, നമ്മളിപ്പോൾ കടലുണ്ടിയിലാണ്. കണ്ടൽ കാടുകളുടെ കാഴ്ചയുടെ മധുരം നൽകുന്ന കടലുണ്ടിയിൽ. ഇവിടെ പാലം 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 ഒരു 3-4 പാലം ഒന്നിച്ച് സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ. നോക്കൂ, ഈ ദൂരത്ത് നിന്നിങ്ങനെ ട്രെയിൻ പോകുന്നത് കാണാൻ വലിയൊരു ചന്തമാണല്ലേ. ട്രെയിനിൽ യാത്ര ചെയ്യുന്നതേ നമ്മൾക്ക് പരിചയമുള്ളൂ. പക്ഷേ ഇതുപോലെ തീവണ്ടിയുടെ അവസാന ബോഗിങ് കാണുന്ന രീതിയിൽ നമ്മൾ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം. നോക്കൂ, ഈ കണ്ടൽ ചെടിക്ക് തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അതിൻ്റെ കൊമ്പുകളും ശിഖരങ്ങളും ചില്ലകളും ഒക്കെ. നോക്കൂ, ആ ഒരു തോണിക്കാരനെ നോക്കിയേ. അവനേക്കാൾ 3-4 ഇരട്ടി നീളമുള്ള ഒരു കമ്പ്. ഞങ്ങളതിന് ഇതാണ് കണ്ടൽ കാടുകളുടെ ഹൃദയഭാഗം. നമ്മുടെ കടലുണ്ടി പാലത്തിൽ നിന്നും കാണുന്ന പ്രധാനപ്പെട്ട വളരെ ആകർഷകമായ നയനാനന്ദകരമായ കാഴ്ചയാണത്. നമുക്കത് വീണ്ടും കാണാം. ഇവിടെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇവിടെ പാലങ്ങളുടെ ഇടയിൽ നോക്കൂ, 1, 2, ഇനി കുറേ കാലുകൾ കാണുന്നുണ്ടല്ലോ. അവ ബ്രിട്ടീഷ് നിർമ്മിതിയാണ്. അറിയുമോ? ഇവിടെ ആയിരുന്നു പണ്ട് കടലുണ്ടി ട്രെയിൻ അപകടം നടന്നത്. ആ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്ന തൂണുകൾ, കാലുകൾ.
നോക്കൂ, നിരനിരയായിട്ട് കാണുന്നത് കണ്ടോ? ഇതിൻ്റെ മുകളിലുള്ള പാലമായിരുന്നു അന്ന് കടലുണ്ടി ട്രെയിൻ ദുരിത നടന്ന സ്ഥലമാണിത്. അവയുടെ അവശേഷിപ്പുകളാണ് ഈ കാലുകൾ. ആ അപകടത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇന്നും അവിടെ സംരക്ഷിച്ചു പോരുന്നു. മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ കേരം, തിങ്ങും കേരള നാട്ടിലെ നമ്മുടെ നാളികേരം, തേങ്ങ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് ബേപ്പൂര്, ചാലിയം, കടലുണ്ടി ഭാഗങ്ങളിലെ തീരദേശങ്ങളിൽ. ഓ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ നിങ്ങൾ പൂരിപ്പിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഈ തോണിക്കാർ ഇങ്ങനെ കുത്തിക്കൊണ്ടു പോകുന്നതിന് കൈക്കോൽ എന്നാണ് ഞങ്ങൾ പറയാറ്. നിങ്ങളെന്താണ് പറയുക എന്നത് പറയൂ. നോക്കൂ, എന്താണ് അവനൊരു ഹീറോ തന്നെ കേട്ടോ. ഒരു തൊപ്പിയൊക്കെ വെച്ച് ആ തോണിയെ